സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പൾമിനറി എംബോളിസം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് പൾമിനറി എംബോളിസം. പൾമിനറി എംബോളിസം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ലങ്സിൽ എംബോളായി, ലങ്സിൽ എംബോളായി വന്നിരിക്കുകയാണ്. ഓക്കെ, കുഞ്ഞു എംബോളിസം, ത്രോംബോ എംബോളിസം എന്നും പറയും, പൾമിനറി ത്രോംബോ എംബോളിസം. ഇവിടെ നമുക്ക് ഹാർട്ട് ഉണ്ട്, ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. അപ്പോൾ നമുക്ക് ഈ പൾമിനറി എംബോളിസം വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൾമിനറി ആർട്ടറി ഉണ്ടല്ലോ, റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ നമുക്ക് ശരിക്ക് നമ്മുടെ പൾമിനറി ലങ്സിലേക്ക് പോകുന്നത് ഈ പൾമിനറി ആർട്ടറിയാണ് അല്ലേ, പൾമിനറി ആർട്ടറിയാണ് ലങ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ലങ്സിൽ എവിടെയെങ്കിലും നമുക്ക് ഈ പൾമിനറി ത്രോംബോസിസ് ഉണ്ടാകുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഉണ്ടാകുന്ന ഫസ്റ്റ് സംഭവം ഈ റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫിയാണ്. ഓക്കെ, അതാദ്യം ഓർത്ത് വെക്കുക. പിന്നെ ഈ പൾമിനറി ആർട്ടറിയുടെ പൾമിനറി എംബോളിസം എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രം എവിടെ നിന്നായിരിക്കും? യെസ്, ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് ഇവിടെ നിന്നുള്ള എംബോളെ ഈ വഴി കയറിയിട്ടാണ് അധികവും ത്രോംബോ എംബോളിസംസ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മുടെ വിർച്ചോസ് ട്രയാഡ് ഉണ്ട്. വിർച്ചോസ് ട്രയാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിർച്ചോസ് ട്രയാഡ് ഇത് നമ്മൾ എംബോളിസത്തിൻ്റെ ജനറലായിട്ട് എംബോളിസത്തിൻ്റെ കോസ് പറയുന്നത് ഈ വിർച്ചോസ് ട്രയാഡ് വെച്ചിട്ടാണ്. വിർച്ചോസ് ട്രയാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാസിസ് ഓഫ് ബ്ലഡ് ഫ്ലോ, ഹൈപ്പർ കൊയാഗുലബിലിറ്റി ആൻഡ് എൻഡോത്തീലിയൽ ഇഞ്ചുറി. അതായത് ഏതെങ്കിലും കാരണവശാൽ ബ്ലഡ് ഫ്ലോ നിന്ന് പോകുന്ന കണ്ടീഷൻസ്, അതായത് നിന്ന് പോകുന്നതല്ല, ബ്ലഡിൻ്റെ ഒഴുക്ക് കുറയുമ്പോൾ, ഹൈപ്പർ കൊയാഗുലബിലിറ്റി എന്തെങ്കിലും കാരണവശാൽ പ്ലേറ്റ്ലെറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലുണ്ടാവുക, അതല്ലെങ്കിൽ എൻഡോത്തീലിയൽ ഇഞ്ചുറി. ഇത്രയും 3 കാര്യങ്ങളിലാണ് ഇറ്റ്സ് എ മെയിൻ കോസ്. ഈ വിർച്ചോസ് ട്രയാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ദ കോസ് ഫോർ എംബോളിസം, ത്രോംബസ് ഓർ എംബോളിസം ആൻഡ് ത്രോംബസ്. ഒരു ത്രോംബസ് ഉണ്ടാവാൻ അല്ലെങ്കിൽ അത് ഡിറ്റാച്ച് ചെയ്തിട്ട് എംബോളി ആവാനുള്ള കോസസ് ആണ് വിർച്ചോസ് ട്രയാഡ്. അപ്പോൾ ഇതിൻ്റെ കോസും ഈ വിർച്ചോസ് ട്രയാഡ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസിൽ കാലിൽ നിന്നുള്ള ത്രോംബോസിസ് ആണ് കൂടുതലായിട്ടും ഇതിലേക്ക് വരുന്നത്. പിന്നെ ഉള്ള ഒരു കോസ്, കോസ് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് കോമൺ കോസ് ഇസ് DVT. അതർ കോസ് നോക്കുകയാണെങ്കിൽ കൊറിയോ കാർസിനോമ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കൊറിയോ കാർസിനോമ ലീഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ലങ് പത്തോളജി, ലങ് കണ്ടീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് പൾമിനറി എംബോളിസം. കൊറിയോ കാർസിനോമ എന്താണെന്ന് അറിയാലോ, നമ്മുടെ യൂട്രസിനെ ബാധിക്കുന്ന ക്യാൻസറാണ്. അപ്പോൾ കൊറിയോ കാർസിനോമ കുട്ടി ജനിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ഏരിയയാണ്, റിപ്രൊഡക്റ്റീവ് ഏരിയ, അവിടെ വരുന്ന ക്യാൻസറാണ് കൊറിയോ കാർസിനോമ, എംബ്രിയോയിൽ നിന്നുണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 2 കോസസ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. പിന്നെ അപ്പോൾ നമ്മൾ ഈ കൊറിയോ കാർസിനോമ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ റിസ്ക് ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫീമെയിൽ. അപ്പോൾ ഇത് വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചാൽ നമുക്കിതിൻ്റെ ഇത് കിട്ടും. അതുപോലെ തന്നെ 30 years, ഏകദേശം റീപ്രൊഡക്റ്റീവ് ഏജിലാണ് നമുക്കത് വരിക. ഫീമെയിൽ 30 years, there will be history of OCPs ഹിസ്റ്ററി ഉണ്ടാവും. ദെൻ റീസെൻറ്റ് പ്രഗ്നൻസീസ് ഉണ്ടായിട്ടുണ്ടാവും. ലെഗ് പാരാലിസിസ് ആയിട്ട് കിടക്കുന്ന ആളുകൾക്ക്. അതുപോലെ തന്നെ വേറൊരു സംഭവം വെച്ചാൽ ബെച്ചറ്റ്സ് ഡിസീസ്. എന്താണ് ബെച്ചറ്റ്സ് ഡിസീസ് എന്ന് വെച്ചാൽ